നമസ്കാരം. മാസം 2 കഴിഞ്ഞിട്ടും കനൽ കെടാതെ കത്തുകയാണ് ഉദയനിധിയുടെ സനാതന ഉന്മൂലന പരാമർശം. സനാതന ധർമ്മ ഉന്മൂലന പരാമർശവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന് ബംഗളൂരു കോടതി സമൻസ് അയച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും ഇപ്പോൾ ചർച്ചയാവുന്നത്. ബംഗളൂരു സ്വദേശിയായ പരമേഷ് നൽകിയ പരാതിയിലാണ് ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി തമിഴ്നാട് മന്ത്രിയായ ഉദയനിധിയെ വിളിപ്പിച്ചത്. മാർച്ച് 4 നടക്കാനിരിക്കുന്ന വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകാനാണ് കോടതി സമൻസ് അയച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനായ ഉദയനിധി കഴിഞ്ഞ വർഷം സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ട പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനിയോടും മലേറിയയോടും ഉപമിച്ച് വിവാദം സൃഷ്ടിച്ചിരുന്നു. 2023 സെപ്റ്റംബറിൽ ചെന്നൈയിൽ നടന്ന ഒരു സെമിനാറിൽ സംസാരിച്ച ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മം സാമൂഹിക നീതിക്കും സമത്വത്തിനും എതിരാണെന്നും അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നും പറഞ്ഞതാണ് വിവാദമായത്. തന്റെ പ്രസ്താവനയ്ക്ക് നേരെ വമ്പിച്ച പ്രതിഷേധം ഉയർന്നു വന്നുവെങ്കിലും സനാതന ധർമ്മത്തെ എക്കാലവും എതിർക്കുമെന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ എതിർക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു. ഡെങ്കിപ്പനിയും മലേറിയയും പോലെ അതിനെ തുടച്ചു നീക്കണമെന്ന് അവകാശപ്പെട്ട് സനാതന ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തി. എല്ലായിടത്തും പ്രസിദ്ധീകരിച്ചു. അതിനുശേഷവും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതേ പ്രസ്താവന ആവർത്തിക്കുകയും ചെയ്യുന്നു. കോടതിയിലും അത് നേരിടുമെന്ന് അദ്ദേഹം പറയുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചാണ് ബംഗളൂരു നിവാസി പരമേഷ് ഉദയനിധിക്കെതിരെ പരാതി സമർപ്പിച്ചിട്ടുള്ളത്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതോടെ ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള ഭക്തിയും അവബോധവും വർദ്ധിച്ചുവെന്നും ഇത്തരമൊരു പ്രസ്താവന ഹിന്ദുധർമ്മം പിന്തുടരുന്നവരുടെയും വിവിധ മതങ്ങളിൽപ്പെട്ടവരുടെയും വികാരം വ്രണപ്പെടുത്തുന്നുവെന്നും പരമേഷ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമൻസ് പുറപ്പെടുവിച്ച കോടതി മന്ത്രിയോട് മാർച്ച് 4 ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഉദയനിധിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് BJP ദേശീയ നേതൃത്വം ഒന്നടങ്കം ഉദയനിധി സ്റ്റാലിനെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ കേസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ബംഗളൂരു കോടതിയിലും പുതിയ കേസ് വന്നിരിക്കുന്നത്. എത്ര കേസ് നേരിട്ടാലും പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് പിറകോട്ടില്ലെന്ന നിലപാടിലാണ് ഉദയനിധി സ്റ്റാലിൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ കൂടുതൽ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പുതിയ കേസ് നൽകുന്ന സൂചന.